നോക്ക് വയ്യനാ ഇത് തറയില്ലതാ നോക്ക് എന്റെ പരനാവലി ഞാൻ നോക്കി മുള്ളെടുത്തോണ്ടിരിക്കണം അവളുടെ കാലിൽ എന്തോ കുത്തിയിട്ടുണ്ട്, കാര്യമായിട്ട് എന്തോ കുത്തിയിട്ടുണ്ട്, കൊറേ കാലമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനും അമ്മയൊക്കെ നോക്കി, പക്ഷെ കിട്ടില്ല. അടുത്ത വീട്ടിലെ വല്യമ്മ ഇവിടെ പോയത് ഞാന് ഗൈസ് ഇവിടെ വന്ന എനിക്ക് എപ്പോഴും മടിയാണ്. നേരത്തെ കാലത്ത് എണീ ഇന്നലെ അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നത് കേട്ടോ, അടുത്ത വീട്ടിലെ വല്യമ്മ. അപ്പോൾ ഇവിടെ വീട്ടില് ഫ്രണ്ടില് കോളമുണ്ട്, വീടിന്റെ ഫ്രണ്ടില്. അപ്പൊ അവിടെ വ്ലോഗ് കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആള് അവിടേക്ക് കുളിക്കാൻ വേണ്ടി വന്നു. അപ്പൊ എൻ്റെ ഫ്രണ്ടായിട്ട് കുളിക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കും. അപ്പൊ സാറ്റർഡേ ആയാലാണല്ലോ അപ്പോഴാണല്ലോ ഞാൻ വരിക. അപ്പൊ എപ്പ വന്ന് എന്നൊരു ചോദ്യം എന്നും പതിവാണ്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. പോവട്ടെ. ഈ സാധനം എൻ്റെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, പക്ഷെ ഞാനത് അയച്ചിട്ടുണ്ട്. ഇത് നല്ല ലൂസായിട്ടുണ്ട്, പക്ഷെ ഞാനും ചേച്ചിയും കൂടെ അയച്ചാണ് കേട്ടോ. ഇത് അമ്മയുടെ അടുത്ത് പോയി കാണിച്ച അമ്മന്റെ വാഴകളൊക്കെ എല്ലാം ഞാൻ കേൾക്കും. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്. ഇത് വേറെ മറ്റേ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിടാന്ന് വെച്ചിട്ട്, അപ്പോഴാണ് ഇങ്ങനെ പാടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയച്ഛനും വലിയമ്മയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും വലിയച്ഛനും വലിയമ്മയാണല്ലോ, അങ്ങനെ കേട്ടാ. എനിക്ക് വലിയച്ഛനില്ല. വേണ്ട, ആ കാണുന്നതാണ് പാടം. ഞാൻ അടുത്തേക്ക് അങ്ങോട്ട് പോയില്ല, മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇത് മാറ്റിയിട്ട് വേറെ ബ്രേസ്ലെറ്റ് ഇടാട്ടെ. നോക്ക് ഗൈസ്, നോക്ക് ഗൈസ്, ഒന്നും ഇല്ലാത്ത കൈ. സാധനം ഇതില് ഈ കയ്യിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇതില് ഞാൻ പിന്നെ പൊതുവെ ഒന്നും അങ്ങനെ വളയൊന്നും യൂസ് ചെയ്യാറില്ല. എന്തായാലും ഇത് മാറ്റിട്ട് വരാം നമുക്ക്. ചെണ്ടുമല്ലി ചെടിയാ? ചെണ്ടുമല്ലി ഉണ്ട്. ചീനിമുളകും. ചീനിമുളക് 2 എണ്ണം. ഉണ്ട പച്ചമുളക് വേണം. വെണ്ടയ്ക്ക, വഴുതിനിങ്ങ, ചെണ്ടുമല്ലി. അച്ഛൻ അവിടെ വെട്ടിക്ക്. അപ്പൊ ചേച്ചിയും അച്ഛനും ഞാനും എല്ലാരും കൂടി ഇങ്ങനെ ചെടി വാങ്ങിക്കായിരുന്നു കേട്ടോ. ഇങ്ങനെ തൈകളൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഞാൻ ബ്രേസ്ലെറ്റ് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ. പക്ഷെ കുളിക്കാൻ പോകുന്നുണ്ട്, കുളിച്ചിട്ടില്ല. കുളിക്കണം അല്ലല്ല ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്പോൾ എവിടേക്കാ പോകുന്നത് എന്ന് വെച്ചാൽ ചക്ക ഇടാൻ പോവാണ് കേട്ടോ. ഇതെന്നെ എപ്പോഴും ഇങ്ങനെ തറവാട്ടിലേക്ക് തന്നെയാണ്. അത് നിനക്ക് കാണില്ല ഗൈസ്. ഇവിടെ വന്ന എപ്പോഴും ഇങ്ങനത്തെ കേട്ടോ. കുളിക്കണം ഞാൻ വിചാരിക്കും, പക്ഷെ കുളിക്കാൻ കുറച്ചിട്ടില്ല. പിന്നെ ശ്രുതിയും കൂടെ വന്ന പിന്നെ എന്നും അങ്ങനെ തന്നെ. മുഖം വല്ല വേറെ വല്ല പോലെ ഉണ്ട്. ചക്ക ഉണ്ട്. ഈ ചക്ക ഇടാൻ വേണ്ടിട്ട് നമ്മള് വന്നത് കേട്ടാ. അപ്പത്തേനും ചേച്ചി അവിടുത്തെ അച്ഛമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനും തന്ന കാര്യം നന്നായി നോക്കുന്നുണ്ട് കേട്ടോ. തറവാട്ടിൽ നിന്നാണ് ചക്ക ഇടുന്നത്. അപ്പൊ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ എണ്ണം മോളിൽ തന്നെ കേടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അവൻ മോളിൽ അങ്ങോട്ട് വെട്ടി ഇറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ചക്ക മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 ചക്ക വലുത് നമ്മള് വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പക്ഷെ അവര് ചേച്ചിയാണേനും കുടിച്ചാണ് കൊണ്ടുപോയത് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പിൽ കൊണ്ടുപോയി. ഇതിപ്പോ ഞാനും കൂടെ വെറുതെ പോവാണ് കേട്ടോ. അപ്പൊ അതാ നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വെയിറ്റ് ഒന്നും. ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എന്താന്ന് വെച്ചാ ഇന്ന് രസം ഉണ്ടാക്കാൻ വേണ്ടി പോവാനായിട്ട് ഞാൻ നോക്കാം. നമുക്ക് ഇതൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ വേണം, ഞാൻ കാണിക്കാം. എന്തായാലും ഉണ്ടാക്കിട്ട് വരാം. അപ്പൊ രസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് ഇരിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ കുറെ കഴിഞ്ഞ മരുന്നിന്റെ പെട്ടികളൊക്കെ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ അതിന്റെ പ്രൈസ് എന്താ നോക്കട്ടെ. പറയുമ്പോൾ അതിന്റെ 237 രൂപയാണ് ആ ഒരു ഈ മരുന്നിന്റെ പ്രൈസ് കേട്ടോ. അതുപോലെ കുറെ എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അതങ്ങോട്ട് കാണിച്ചില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കഥയും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പത്തന്നെ ഫുഡ് കഴിക്കാൻ ടൈമായി. പിന്നെ ഇതാണ്ട ഫുഡ് ഞാൻ വെച്ച രസമാണ്. പിന്നെ മുട്ട, മീൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മീന് എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും ഞാൻ കഴിച്ചായിരുന്നു. ഇതാണ് എന്റെ അച്ഛമ്മ. അച്ഛനക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? വയസ്സ് പറയാൻ പാടില്ല പറഞ്ഞില്ലേ? 76 വയസ്സിൽ എന്റെ അച്ഛമ്മ അധ്വാനിക്കാൻ പോകുന്നുണ്ട്. പ്രൗഡ് ഓഫ് യു മധുരൻ.
അപ്പൊ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നീറ്റിട്ടാ അമ്മ അവിടെ ചക്ക ഒക്കെ മുറിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും പോയി നോക്കാം. ഭയങ്കര ചൂട്. ഇവിടെ മഴക്കാലമാണെന്നൊന്നും അറിയില്ല. ഒരു ഉറക്കം കഴിയുമ്പോ ഭയങ്കര ചൂടായിട്ടുണ്ട് കേട്ടാ. ചോദ്യം ചോദിക്കാം. ശ്രുതി, ബസ്സും സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ? ബസ്സിന് 4 ചക്രം, സൈക്കിളിന് 2 ചക്രം. നമ്മൾ പറയുന്ന ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് എത്താം. ക്ലൂ ഇല്ല ഇതിന്. ബസ്സിൽ പോയ വേഗത്തും സൈക്കിളിൽ പോയ നല്ല എത്താം. പൊല്യൂഷൻ ഉണ്ടാക്കും ബസ്സിൽ പോയ. അയ്യോ, നിങ്ങൾ ഇത്രയോ മൃഗീയമായി ചിന്തിക്കരുത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫണ്ണി ആയിട്ട് ചിന്തിക്കും. അറിയില്ല, ആൻസർ പറ. ബസ്സിന്റെ കൂടെ സ്റ്റാൻഡ് വരില്ല, പക്ഷെ സൈക്കിളിന്റെ കൂടെ സ്റ്റാൻഡ് വരും. പല്ല് കൊള്ളാത്ത ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എന്റെ ഫ്രണ്ടിൽ വന്നോട്ടെ. അപ്പൊ ഞാൻ വൈകുന്നേരമായി ഒരു മുഖമൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ കുറിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ. പിന്നെ ഇതാ നമ്മള് നൈറ്റ് ആയപ്പോ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു. നമ്മള് ഫുഡ് കഴിച്ചു കേട്ടോ എല്ലാരും കൂടെ. അപ്പൊ എന്നെ ട്രോളിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രത്തെ വീഡിയോ. താങ്ക് യു.